ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനിയോജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് പരിചയപ്പെടുത്തുന്നത്. ഹോം റെമഡി എന്ന് പറയാമോന്നറിയില്ല, പക്ഷേ നമ്മുടെ വീട്ടിൽ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനം ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം മാത്രം ചെയ്തതുകൊണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞു നന്നായിട്ട് വരുമെന്നല്ല പറയുന്നത്. നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. റെഡ് മീറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർ, അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർ, അതും കൂടി ഒന്ന് കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഈ ഒരു പാനീയം കുടിക്കുന്നത് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സാധിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് നമ്മുടെ ഏലക്ക അറിയപ്പെടുന്നത്. അതിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് B6, വൈറ്റമിൻ B3, വൈറ്റമിൻ C, സിങ്ക്, കാൽസ്യം, പൊട്ടാസ്യം എന്നിവയും പ്രോട്ടീനുകളും ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളുമൊക്കെ ഏലക്കയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏലക്ക പല രീതിയിൽ ഉൾപ്പെടുത്താം ആഹാരത്തിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കുന്നവരാണ്. നമ്മൾ ഏലക്ക ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഏലക്ക നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ദഹനം ശരിയായി നടക്കാനും നമ്മൾ ഏലക്ക ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അടിവയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനായിട്ടും ഏലക്ക നല്ലതാണ്. കൊഴുപ്പ് അങ്ങനെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുപോലുള്ള കൊഴുപ്പുകളൊക്കെ അലിയിച്ച് കളയാനായിട്ടും നമ്മൾ ഏലക്ക കഴിക്കുന്നത് ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് കൊളസ്ട്രോളും കുറയ്ക്കാനായിട്ടും അതേപോലെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനുമൊക്കെ ആയിട്ട് നമുക്ക് ഏലക്ക എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 2-3 ഏലക്ക നന്നായിട്ട് ചതച്ചെടുക്കുക അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക. അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. പിന്നെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലേക്ക് നമ്മളിത് ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് വൈകുന്നേരം ചെയ്താൽ മതി. ചെയ്തിട്ട് നമ്മൾ ഒരു രാത്രി ഇതേപോലെ വയ്ക്കുക, അല്ലെങ്കിൽ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം കുടിക്കാവുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ മൂടി വയ്ക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നീട് പിറ്റേ ദിവസം രാവിലെയോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമോ നിങ്ങളുടെ സൗകര്യം പോലെ കുടിക്കാവുന്നതാണ്. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ധാരാളമുള്ള ഏലക്ക നമ്മുടെ വായ്നാറ്റം തടയാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ചുമ, ജലദോഷം, ശ്വാസം മുട്ടൽ അത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ടും നല്ല രീതിയിൽ തന്നെ സഹായിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഏലക്ക ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ്. 1 ഗ്ലാസ് വെള്ളം പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരത്തിന് അനുസരിച്ച് ഓരോരുത്തരും പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുക. പഞ്ചസാര കഴിക്കാൻ പാടില്ലാത്തവർ പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2-3 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്തായിട്ട് തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഓരോരുത്തരുടെയും കടുപ്പത്തിനനുസരിച്ച് തേയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ആദ്യം തന്നെ ഇടുവാണെങ്കിൽ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാത്ത പാലാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുത്താൽ കാര്യം കഴിഞ്ഞു. നല്ല കിടിലൻ ടേസ്റ്റുള്ള സൂപ്പർ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ചായയാണിത്. അപ്പോൾ ഒരുപാട് പേര് ഏലക്ക ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കുടിക്കാറുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചായ പല പ്രാവശ്യം ഒന്ന് ആറ്റിയിട്ട് കുടിക്കുകയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ രുചി. അപ്പോൾ ചായക്ക് രുചി കൂടാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതുമൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.